വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ 65 മാഗി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ 65 ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്കും മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പും പിന്നൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ കറിവേപ്പില നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മാഗി തയ്യാറാക്കണം. അതിനായിട്ട് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 2 മാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മാഗി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ചിക്കൻ 65 നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി നമ്മളുടെ മാഗി പാക്കറ്റിനകത്തുള്ള മസാല എടുത്തിട്ടുണ്ട്. 2 മസാലയും എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അടുത്തതായിട്ട് മാഗിയുടെ മസാലയും ഒരു പാതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച നമ്മളുടെ മാഗി മസാല ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തിളച്ചു വരും. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ 65 ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച മാഗി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ ഈ മാഗിയുടെ എല്ലാ സൈഡിലേക്കും മസാല എത്തുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.